അവർ നമ്മളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് ആക്ച്വലി ഒരു ട്രഡീഷണൽ എലമെൻസോട് കൂടിയുള്ള എന്നാൽ എല്ലാ മോഡേൺ അമ്യൂണിറ്റീസും ഉള്ള ഫങ്ഷണൽ ആയിട്ടൊരു വീട് വേണം. എന്നാൽ നമ്മളെ പ്രീവിയസ് പ്രൊജക്ട്സിലൊക്കെ ഉള്ളതുപോലെ ഒരു ട്രഡീഷണൽ എലമെൻറ്റ്സ് നമ്മളെ കേരള പഴയ തറവാട് വീടുകളിലും ഒക്കെയുള്ള ആ ഒരു എലമെൻറ്റ്സ് വീട്ടിൽ കീപ്പ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ഒരു റിക്വയർമെൻറ്റുമായിട്ടാണ് അവർ നമ്മളെ മീറ്റ് ചെയ്തത്. ഹൗസ് ഓഫ് ഓറോ എന്നാണ്. ഓറോ മീൻസ് ഗോൾഡ്, യെല്ലോ. അതാണ് ഈ വീടിൻ്റെ ടോട്ടൽ ഒരു ഇൻറ്റീരിയർ കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത്. ആ യെല്ലോ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയർ കോൺസെപ്റ്റാണ്. മീൻസ് ഗോൾഡ് എന്ന് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. ആ ഗോൾഡിൻ്റെ എലമെൻറ്റ്സ് ദെൻ അതുമായി വരുന്ന ചെറിയ വേരിയേഷൻസ് അത് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രം ദ ലിവിങ് തൊട്ട് എല്ലാ ബെഡ്റൂംസിലും എല്ലാ ഏരിയാസിലും ആ ഒരു ഗോൾഡ് യെല്ലോ കോൺസെപ്റ്റ് നമ്മൾ കീപ്പ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ടോട്ടൽ ഇൻറ്റീരിയേഴ്സ് വർക്ക് ചെയ്തത്. വളരെ ട്രഡീഷണൽ ആയുള്ള ഒരു ഡിസൈൻ ആസ്പെക്ട്സ് ആണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഫർണിച്ചേഴ്സിൻ്റെ ഡീറ്റെയിലിങ്ങിലാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്തിരിക്കുന്ന വുഡിൻ്റെ ടോൺസിലാണെന്നുണ്ടെങ്കിലും ഈവൻ കളേർഡ് ആയിട്ടുള്ള ഗ്ലാസസ്, കുറേ ടേൺഡ് ആയിട്ടുള്ള വുഡ്സ്, ആ കളേർഡ് ആണെങ്കിലും കുറച്ചൊരു ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള വുഡൻ ഫർണിച്ചേഴ്സാണ് യൂസ് ചെയ്തത്. അതിൻ്റെ ഡീറ്റെയിലിംഗ് വളരെ നമ്മളെ കേരളത്തിലുള്ള പഴയ ഫർണിച്ചേഴ്സിൻ്റെ ട്രഡീഷൻസിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ പലതും ഇൻസ്പയർഡ് ആയിട്ടുള്ളത്. നമ്മൾ ഈ സൈറ്റിലേക്ക് ആദ്യം വരുന്ന സമയത്ത് വളരെ ഡള്ളായിട്ടുള്ള, വളരെ ഇരുട്ടുള്ള ഒരു സൈറ്റായിരുന്നു. കാരണം കുറേ മരങ്ങളുണ്ട്, ചുറ്റും മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ ഡള്ളായിട്ടുള്ള ലൈറ്റുള്ളൊരു സൈറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചുള്ളത് ഈ മരങ്ങളെ എങ്ങനെ നിലനിർത്താം, ആ മരങ്ങളെ നിലനിർത്തിയിട്ട് തന്നെ വീട്ടിലേക്ക് എങ്ങനെ ലൈറ്റും വെന്റിലേഷൻസും കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു നമ്മളൊരു ഇനീഷ്യൽ ഡിസൈൻ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ ചെറിയൊരു സെപ്പറേഷൻസും വെന്റിലേഷൻസിന് വേണ്ടിയുള്ള ചെറിയ കോറിഡോഴ്സും വിൻഡോസിൻ്റെ സൈസസും വിൻഡോസിൻ്റെ പൊസിഷനിങ് എല്ലാം ഇത് ബേസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തത്. വളരെ ബ്ലാൻഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആവരുത് എന്നുള്ളത് കൊണ്ട് ആണ് നമ്മളിതിലേക്ക് കളേഴ്സ് മിക്സ് ചെയ്തത്. ഇപ്പോൾ നമ്മളിതിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ വുഡൻ കളേഴ്സിൻ്റെ കൂടെ വൈറ്റ്, യെല്ലോ, റെഡ്, ബ്ലൂ ഈ ടോൺസിൻ്റെ എല്ലാ മിക്സ് നമ്മളെ പല ഏരിയാസിലായിട്ട് നമ്മൾ പിന്നെ ടോട്ടൽ ഇൻറ്റീരിയേഴ്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്. യെല്ലോ പോലുള്ള ടോൺസ് ഒന്നും നോർമലി നമ്മൾ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാത്ത ടോൺസാണ്. പക്ഷേ സ്റ്റിൽ അവർ തന്നൊരു ഫ്രീഡം കാരണമാണ് നമുക്കത് വർക്ക് ചെയ്യാനും. അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റിൻ്റെ ഔട്ട്പുട്ടിലും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റൈലിന് ചെറിയൊരു ഡിഫറൻസ്, പിന്നെ ആക്ച്വലി നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വളരെ ഹാപ്പി ആയി ഫീൽ ചെയ്തിട്ടുണ്ട്.